തങ്ങളുടെ പ്രിയ ആരാധനമൂർത്തിയെ കാണാൻ പൊള്ളുന്ന വെയിലിൽ ദാഹജലം പോലും കുടിക്കാതെ മണിക്കൂറുകൾ കാത്തുനിന്നത് 2 ലക്ഷത്തോളം ജനങ്ങളാണ്. സിനിമയിൽ ഒരു നാടിനെ മുഴുവൻ ഒറ്റയടിക്ക് രക്ഷിക്കുന്ന സൂപ്പർ ഹീറോ തങ്ങളുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് അന്ധമായി വിശ്വസിച്ച, ഇപ്പോഴും വിശ്വസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ. ജനങ്ങളുടെ തായ്മാമൻ, അതായത് അമ്മാവൻ എന്നാണ് രാഷ്ട്രീയക്കാരനായ ദളപതിയെ വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മാറ്റം കൊണ്ടുവരാൻ വിജയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് യുവാക്കളിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നു. വിജയ് എത്തുന്നിടത്ത് കൂട്ടമായി മാറുന്നതിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാർ തന്നെ. കൈക്കുഞ്ഞുങ്ങളും കുട്ടികളുമായി അടക്കം വന്നവർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: വിജയിയെ, തങ്ങളുടെ നായകനെ ഒരു നോക്ക് കാണുക, അത്രമാത്രം. വെള്ളിത്തിരയിൽ കോരിത്തെരിപ്പിക്കുന്ന വിജയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു താരത്തിനപ്പുറം രാഷ്ട്രീയക്കാരനാകാൻ സാധിക്കാതെ പോയി എന്നാണ് എതിർചേരികൾ വിമർശിക്കുന്നത്. രാഷ്ട്രീയത്തിലും സംഘാടനത്തിലുമുള്ള പരിചയക്കുറവ് വിജയുടെ എല്ലാ പരിപാടികളിലും പ്രകടമാണ്. തനി സിനിമ സ്റ്റൈൽ ആഘോഷങ്ങളും ആവേശങ്ങളുമാണ് വിജയുടെ ശൈലി. കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗങ്ങളും എതിർ പാർട്ടികളെ സിനിമാ ഡയലോഗുകളെ വെല്ലുന്ന ഡയലോഗുകൾ കൊണ്ട് വിമർശിക്കുകയും ചെയ്യുന്ന വിജയിയെ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ. അത് വിജയ് ആരാധകരെ സ്വാധീനിക്കാറുമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് അതിനപ്പുറം ഉത്തരവാദിത്തമുണ്ടെന്ന് വിജയ് മറന്നുപോയോ? എവിടെയാണ് വിജയ്ക്ക് പാളിയത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നടത്തുന്ന സംസ്ഥാനതല പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു കരൂരിലെ റാലി. സെപ്റ്റംബർ 13 തിരുച്ചിറപ്പള്ളിയിൽ നിന്നായിരുന്നു തുടക്കം. അന്നത്തെ ആദ്യ പര്യടനത്തിൽ തന്നെ പാളിച്ചകളുടെ ഒരു വലിയ ഘോഷയാത്ര ഉണ്ടായിരുന്നു. രാവിലെ 10:35-നും 11-നും ഇടയ്ക്ക് പരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ എത്തുമെന്ന് പറഞ്ഞ വിജയ് എത്തിയത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. കാരണം ഈ വലിയ തിരക്ക് തന്നെ. എയർപോർട്ട് മുതൽ തുടങ്ങിയ ജനാവലി വഴി നീളെ തിങ്ങി നിറഞ്ഞു. തിരുച്ചിറപ്പള്ളിയിൽ ചത്തിരം ബസ് സ്റ്റാൻഡാണ് ഉദ്ഘാടന വേദിയായി ടിവിക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിന് പോലീസ് അനുമതി നൽകിയില്ല. കാരണം ഈ തിരക്കിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലപരിമിതിയായിരുന്നു. പിന്നീട് മറക്കടൈ ഗാന്ധി മാർക്കറ്റിൽ പരിപാടി നടന്നു. അന്ന് അനിയന്ത്രിതമായി ജനസാഗരം ഒഴുകിയെത്തുകയും പേരമ്പല്ലൂരിലെ റാലി കഴിഞ്ഞ് നടക്കേണ്ടിയിരുന്ന അരിയല്ലൂർ റാലി ക്യാൻസൽ ചെയ്ത് വിജയ്ക്ക് മടങ്ങേണ്ടി വന്നതും ഈ തിരക്ക് കാരണം പോലീസ് നിർദ്ദേശപ്രകാരമായിരുന്നു. തുടർന്നാണ് പോലീസ് 25 മാർഗനിർദ്ദേശങ്ങൾ വിജയിയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. റോഡ് ഷോകൾ, സ്വീകരണങ്ങൾ, വാഹന വ്യൂഹങ്ങൾ എന്നിവയ്ക്ക് കർശന നിയന്ത്രണമായിരുന്നു. തുറസായ മൈതാനങ്ങളിൽ വെച്ചല്ലാതെ പരിപാടികൾ നടത്താൻ പാടില്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. റോഡ് ഷോ പാടില്ല എന്ന നിർദ്ദേശം ഇരിക്കെയാണ് കരൂരിൽ വിജയുടെ റോഡ് ഷോ നടന്നത്. പകൽ സമയത്ത് മാത്രമേ പരിപാടി പാടുള്ളൂ എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. രാവിലെ 10-നും 11-നും ഇടയിൽ നടക്കണമെന്ന് നിർദ്ദേശിച്ച പരിപാടി സ്ഥലത്ത് വിജയ് എത്തിയത് രാത്രി 7:40-നാണ്. രാവിലെ 10 മണി മുതൽ ആളുകൾ കാത്തുനിൽക്കാൻ തുടങ്ങിയതാണ്. 12 മണിക്ക് വിജയ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ മുതൽ വിജയെ കാത്ത് പൊരിവെയിലിൽ വെള്ളം പോലും കുടിക്കാതെ ജനങ്ങൾ കാത്തിരുന്നു. കരൂരിൽ തുറസായ സ്ഥലത്ത് റാലി നടത്തണമെന്ന ആവശ്യം ടിവികെ ഭാരവാഹികൾ നിരസിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്ഥലത്ത് കുടിവെള്ളം നൽകാൻ ക്രമീകരണങ്ങളില്ലായിരുന്നു. തുറന്ന മൈതാനമാണെങ്കിൽ കൂടുതൽ സുരക്ഷിതമായേനെ എന്ന നിർദ്ദേശം സംഘാടകർ അംഗീകരിച്ചില്ല. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ പാർട്ടി തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും പോലീസ് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഒന്നും ചെയ്തിരുന്നില്ല. പാർക്കിംഗ് സൗകര്യം വേണമെന്നിരിക്കെ വേലുച്ചാമിപുരത്തെ ബൈപ്പാസിൽ ആളുകൾക്ക് നിന്ന് തിരിയാൻ പോലും ഇടമുണ്ടായിരുന്നില്ല. നേരത്തെ പോലീസ് ആവശ്യപ്പെട്ട നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ടിവിക്ക് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി തന്നെ നിർദ്ദേശിച്ച കാര്യമായിരുന്നു ഗർഭിണികളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത്. എന്നാൽ തമിഴക വെട്രി കഴകം ഈ നിർദ്ദേശം ജനങ്ങളോട് ഉയർത്തിയില്ല. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. കരൂരിലെ ദുരന്തത്തിൽ ഗർഭിണികൾക്കും കുട്ടികൾക്കും അടക്കമാണ് ജീവൻ നഷ്ടമായത്. ആംബുലൻസിന് എത്താൻ തടസ്സം പാടില്ല എന്നിരിക്കെ ആംബുലൻസിന് ആളുകൾ കുഴഞ്ഞു വീണ സ്ഥലത്തേക്ക് എത്താൻ ക്രമീകരണം ഉണ്ടായില്ല. കൂടാതെ ആംബുലൻസ് എത്തിയപ്പോൾ വിജയ് അത് തന്റെ പരിപാടി തടസ്സപ്പെടുത്താൻ മറ്റ് പാർട്ടികൾ ഏർപ്പെടുത്തിയ രാഷ്ട്രീയ കളിയായി പരിഹസിക്കുകയും ചെയ്തു. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും വിജയ്ക്ക് സാധിക്കാതെ പോയി. കുടിവെള്ളം പോലും ഇല്ലാതെ വലഞ്ഞ ജനമാണ് തനിക്ക് ചുറ്റും നിൽക്കുന്നത് എന്നും വിജയ്ക്ക് മനസ്സിലായത് ജനങ്ങൾ കുഴഞ്ഞു വീണപ്പോഴായിരുന്നു. തന്റെ കയ്യിലിരുന്ന കുപ്പിവെള്ളം ജനങ്ങൾക്ക് നേരെ എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.
ഇവർക്ക് വെള്ളം കൊടുക്കൂ എന്ന് വിജയ് മൈക്കിൽ കൂടി പറയുന്നുമുണ്ട്. വിജയ് എറിഞ്ഞ കുപ്പി പിടിക്കാൻ ജനങ്ങൾ ശ്രമിച്ചതും ഈ അപകടത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. അഗ്നിരക്ഷാ സംവിധാനം സജ്ജമായിരുന്നുവെങ്കിലും ജനബാഹുല്യം കാരണം അവർക്ക് പ്രവർത്തിക്കാനായില്ല എന്ന് മാത്രമല്ല, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജനങ്ങൾ മരത്തിന് മുകളിലും കെട്ടിടത്തിന് മുകളിലുമൊക്കെ കയറിയിരുന്നത്. താൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ തന്നെ കാണാൻ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുമെന്നറിയാവുന്ന വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഒരു മുൻകരുതൽ എടുക്കുകയോ ഉത്തരവാദിത്തം കാണിക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, പോലീസ് നിയന്ത്രണങ്ങൾ തന്റെ രാഷ്ട്രീയ പരിപാടി തകർക്കാനുള്ള ശ്രമമായി വിജയ് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ജനങ്ങളുടെ സുരക്ഷയും വികാരത്തെയും നിസാരവൽക്കരിക്കുകയാണ് ഉണ്ടായത്. കൺമുന്നിൽ ദുരന്തമുണ്ടായപ്പോൾ അവർക്കൊപ്പം നിൽക്കാതെ തൽക്ഷണം ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പറന്ന വിജയിയെ വിമർശിക്കുന്നത് എതിർ പാർട്ടികൾ മാത്രമല്ല, അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾ കൂടിയാണ്. ഇനി വിജയ് എത്തിയാൽ ചെരുപ്പെറിയുമെന്ന് വരെ അവർ പറയുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം എല്ലാ പ്രധാന പാർട്ടി നേതാക്കളും കരൂരിലേക്ക് എത്തിയപ്പോഴാണ് വിജയും TVK നേതാക്കളും കരൂരിൽ നിന്ന് ഒളിച്ചോടിയത്. പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയും മറച്ചുവെക്കാനാകില്ല. നിർദ്ദേശങ്ങൾ നൽകിയെന്നല്ലാതെ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തിയില്ല. മാധ്യമങ്ങളെ കണ്ട തമിഴ്നാട് DGP പറഞ്ഞത് അനുമതി നൽകിയത് 10,000 പേർക്കാണ്, കൂടിപ്പോയാൽ 20,000 പേരെ പ്രതീക്ഷിച്ചുവെന്ന്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 500 പോലീസുകാർ മാത്രമാണ് നിയന്ത്രണത്തിന് ഉണ്ടായിരുന്നത് എന്ന്. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിരവധി പോലീസുകാരുമുണ്ട്. വിജയുടെ വാഹനത്തിന് പിന്നാലെ ജനങ്ങൾ നടന്നും സ്വകാര്യ വാഹനങ്ങളിലും സഞ്ചരിച്ചതാണ് തിരക്ക് വർദ്ധിപ്പിച്ചത്. ഇത് തടയാൻ പോലീസ് ഇടപെട്ടില്ല. ഒപ്പം തിരക്കിന് നേരെ പോലീസ് ലാത്തി വീശിയെന്ന റിപ്പോർട്ടുമുണ്ട്. ആൾക്കൂട്ടത്തിന് നേരെ ലാത്തി വീശിയാലും വലിയ അപകടം സംഭവിക്കാം. ഒഴുകിയെത്തിയ ജനസാഗരത്തെ നിയന്ത്രിക്കാനാകാത്തതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത്. TVKയ്ക്കും വിജയ്ക്കും പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്.